ഹലോ, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് മൈ ഹാപ്പിനെസ്. അപ്പോൾ ഞാനിന്ന് കുറേ കാലത്തിന് ശേഷമാണ് ഒരു വോയിസ് ഓവർ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു കട്ടിങ് വീഡിയോ ആണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു ഷോർട്ടായിട്ട് ഇട്ടിരുന്നു, ഒരു കിഡ്സ് വെയർ പാർട്ടി ഡ്രസ്സ്. അപ്പോൾ അതിൻ്റെ ക്രോപ്പ് ടോപ്പും അംബ്രല്ല കട്ടിങ്ങുള്ള പലാസോയും എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം തന്നെ പാൻറ്റാണ്, പലാസോ പാൻറ്റാണ്, അംബ്രല്ല കട്ടിങ്ങുള്ള പലാസോ പാൻറ്റ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാണ്. ഇത് ഓർഗൻസ മെറ്റീരിയലാണ്, ഗ്ലിറ്റേർഡ് ഓർഗൻസ, അത്യാവശ്യം നല്ല ഗ്ലേസിങ് ഉള്ളൊരു ഓർഗൻസ മെറ്റീരിയലാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യണത്. ആദ്യം പാൻറ്റ് കട്ട് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ അംബ്രല്ല കട്ടിങ്ങിന് വേണ്ടിയിട്ട്, അംബ്രല്ല ഒരു ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 4 കോണായിട്ട് 45 ഡിഗ്രി ആ ഒരു കോണിൽ നമ്മൾ മടക്കണുണ്ട്. ഈ ഒരു ഓർഗൻസ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പണിയുള്ള മെറ്റീരിയലാണ്. കാരണം ഭയങ്കര ഗ്ലേസിങ് ഉള്ളതും ഭയങ്കര തീരെ പിടിച്ചാൽ കിട്ടാത്തൊരു മെറ്റീരിയലാണ്. ആദ്യം നമ്മൾ അതിൻ്റെ ലെങ്ത്തൊക്കെ മെഷർ ചെയ്തു. അതിനനുസരിച്ച് ഹെം ലൈന് അംബ്രല്ല കട്ടിങ് ചെയ്തു. അംബ്രല്ല കട്ടിങ്ങിന് ആ ഒരു രീതിയിൽ നമ്മൾ വെച്ചതിന് ശേഷം ആദ്യം ലെങ്ത്ത് കട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ രീതിക്കനുസരിച്ച് ഒന്ന് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി എലാസ്റ്റിക് വെക്കുന്നുണ്ട്. അപ്പോൾ എലാസ്റ്റിക് വെക്കാനുള്ള മെറ്റീരിയൽ കൂടി കട്ട് ചെയ്യണം. ഇതിൻ്റെ ലൈനിങ് ആണ്, ക്രേപ്പ് മെറ്റീരിയലാണ്. ആ ലൈനിങ് അത്ര തന്നെ ലെങ്ത് ഇല്ലാതെ കുറച്ചൊരു ലെങ്ത് കുറഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ക്രോപ്പ് ടോപ്പാണ്. ഇതിലേക്കുള്ള ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ക്രോപ്പ് ടോപ്പാണ്, ലെങ്ത്ത് കുറഞ്ഞ സ്ലീവ് ഉള്ള. അപ്പോൾ ഇത് ഒരു ഷുഗർ ബീഡ്സ് ഉള്ള ഫുള്ളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്, ഷുഗർ ബീഡ്സ് ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ലെങ്ത്തോ വിഡ്ത്തൊക്കെ മെഷർ ചെയ്തു. അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മെറ്റീരിയൽ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ നല്ലോണം പണി തന്നെയാണ്. കാരണം ബീഡ്സ് ഉണ്ട് സൈഡിലും, മുഴുവനായിട്ട് ഓൾ ഓവർ ബീഡ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യണ മുമ്പ് ഈ ബീഡ്സ് സൈഡിൽ സ്റ്റിച്ചിങ് സീംസ് വരുന്ന ഭാഗത്തുള്ള ബീഡ്സൊക്കെ ഒന്ന് ഹാമർ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്തു. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാണ്. സ്ലീവ് നെറ്റിലാണ്, നെറ്റിൽ ലെഗോ മട്ടഡ് സ്ലീവാണ്. പിന്നെ ഒരു കഫാണ് വരുന്നത്. അപ്പോൾ നെറ്റിൽ നമ്മൾ അത്യാവശ്യം അതിൻ്റെ ലെങ്ത്തൊക്കെ മെഷർ ചെയ്തു. അതിനേക്കാൾ ഒരു 12 സെൻറ്റിമീറ്റർ ലെങ്ത്ത് കൂട്ടിയെടുത്തു. നമ്മൾ 12 അല്ലെങ്കിൽ അതിൽ കൂടുതലും നമുക്ക് ലെങ്ത്ത് എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു അളവിൽ പാറ്റേൺ അനുസരിച്ച് ഒന്ന് വരച്ചെടുത്തു. അതിനനുസരിച്ചൊന്ന് പിന്നെ കട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എവിടെ മുതലാണ് ആ ഒരു നെറി പ്ലീറ്റ് വരേണ്ടത് എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്നുള്ളതൊന്ന് ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ അതിന് കഫായിട്ട് നമ്മൾ ഇതേപോലെ ബീഡ്സ് ടോപ്പിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സ്ലീവിന് വേണ്ടിയിട്ട് കഫ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലീവിൻ്റെ അറ്റത്ത് അതേപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. ഇതിലേക്കൊരു ഷാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷാൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ബീഡ്സിൻ്റെ ആ ഒരു മെറ്റീരിയൽ നമ്മൾ നെക്കിൽ ഇടുന്ന ഭാഗത്തൊന്ന് അറ്റാച്ച് ചെയ്തിട്ടായിരുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.